ഞങ്ങൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച ഒരു ഫോം മാറ്റാണ്. ഇതിൻ്റെ ഒരു സൈഡ് കണ്ടോ, ഇതുപോലെ ഇൻസുലേറ്റഡ് സൈഡാണ്, ഒരു സൈഡ് ഫോം. വിൻ്റർ സമയത്ത് അല്ലെങ്കിൽ ടെമ്പറേച്ചർ നല്ലോണം ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ ഇതിൻ്റെ മുകളിനകത്ത് നിങ്ങളുടെ സ്ലീപ്പിംഗ് ബാഗ് ഇട്ടിട്ട് നിങ്ങൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ലീപ്പിംഗ് ബാഗിനേക്കാളും ഒരു കുറച്ചും കൂടെ കംഫർട്ട് തരും. നിങ്ങൾ ഗ്രൗണ്ടിൽ ഡയറക്റ്റ് സ്ലീപ്പിംഗ് ബാഗ് ഇട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തുനിന്ന് തണുപ്പടിച്ച് നിങ്ങൾക്ക് ആ സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിനകത്ത് കിടക്കുന്നത് ഒരു ഉപയോഗമില്ലാണ്ടായിപ്പോയി. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന സ്ലീപ്പിംഗ് മാറ്റ്. ഇതിനൊരു R വാല്യൂ 7.5 ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൊരു ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല, ഇതേ കണ്ട ഒരു കിരിയിലും. അതായത് ഇതിനുള്ളിലൊരു ഫോയിൽ കവറിംഗ് ഉണ്ട്. ഇതാണ് ഇതിന് ആ ഒരു ഇൻസുലേഷൻ കൊടുക്കുന്നത്. ഇതിന് വലിയ വെയിറ്റ് ഒന്നുമില്ല, ഒരു 500 to 600 grams ആണ് ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ. ഇതിന് വേറെ നമുക്ക് പമ്പോ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല ഇത് നമുക്ക് വീർപ്പിക്കാനായിട്ട്. ഇത് ജസ്റ്റ് കണക്ട് ചെയ്യുക, എന്നിട്ട് ഈ കാണുന്ന പോലെ ഇതിനകത്ത് എയർ ഫില്ല് ചെയ്യുന്നത്. നമ്മൾ മുന്നേ ക്യാമ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ തെർമൽ ഫോമാറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ തണുപ്പ് വന്നപ്പോഴത്തേക്കും അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവാൻ തുടങ്ങി. ചെറിയൊരു അപ്ഗ്രേഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു നമ്മുടെ സ്ലീപ്പിംഗ് കംഫർട്ടിനകത്ത് അത്രയധികം വ്യത്യാസം വരാൻ തുടങ്ങി. അത് നമുക്ക് വിസിബിളി വല്ലാണ്ട് മനസ്സിലായി. ക്യാമ്പിങ് കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ടും പറ്റി. അതായത് നമുക്ക് അല്ലെങ്കിൽ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സംടൈംസ്. പക്ഷേ ഈ ഒരു മാറ്റ് വന്നതിന് ശേഷം ഉറക്കത്തിൽ നോ കോംപ്രമൈസ്. പിന്നെ വിൻ്റർ സമയത്ത് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് വരുന്ന കാര്യമാണ് ടെമ്പറേച്ചർ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഫോം മാറ്റായി, അതിൻ്റെ മുകളിനകത്ത് ഒരു എയർ മാട്രസുമായി. ഇപ്പോൾ തന്നെ നമുക്കത് അത്യാവശ്യം വാം തരാനായിട്ട് തുടങ്ങും. പക്ഷേ രാത്രി ആകുമ്പോഴേക്കും -4 -5 ഒക്കെയാണ് ആവുന്നത്. അപ്പോൾ അത്ര ഇൻസുലേഷൻ പോരാ നമുക്ക്. അതുകൊണ്ട് നമ്മൾ സ്ലീപ്പിംഗ് ബാഗ് എന്തായാലും നമ്മൾ ഉപയോഗിക്കണം. നമ്മളെപ്പോഴും നമ്മുടെ കംഫേർട്ട് ഒരു -2 -1 -5 ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഞാൻ ഈ ഉപയോഗിക്കുന്നത് OEX എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു സ്ലീപ്പിംഗ് ബാഗാണ്. അപ്പോൾ ഇതിൻ്റെ കംഫർട്ട് റേറ്റിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ 1 ഡിഗ്രിയാണ് വരുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഇത്രയും ഫോമാറ്റായി അതിൻ്റെ മുകളിനകത്ത് R വാല്യൂ കൂടിയിരിക്കുന്ന എയർ മാട്രസും ഉണ്ട്. അതിൻ്റെ മുകളിനകത്ത് ഈ സ്ലീപ്പിംഗ് ബാഗ് കൂടെ വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യം വാമായിട്ട് തന്നെയാണ് ഇരിക്കുള്ളൂ. പക്ഷെ അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് ഒരു സമ്മറിനകത്ത് ഉപയോഗിക്കുന്ന സ്ലീപ്പിംഗ് ബാഗ് മാത്രമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇത്രയും റിമോട്ടായിട്ടുള്ള സ്ഥലത്ത് നമ്മളങ്ങനെ വന്ന് ക്യാമ്പ് ചെയ്യുമ്പോഴേക്കും അത് ഡേഞ്ചറാണ് ഒരു കണക്കിന് നോക്കുമ്പോഴേക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ വിൻ്റർ സമയത്തോ അല്ലെങ്കിൽ ഇതുപോലത്തെ ടെമ്പറേച്ചർ നല്ലോണം കുറഞ്ഞിരിക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ലെയറിങ്ങും അതുപോലെ തന്നെ നല്ലൊരു സ്ലീപ്പ് സിസ്റ്റം, ടെൻറ്റ് കാര്യങ്ങൾ സെറ്റാക്കി കൊണ്ട് വരിക. അത് നിങ്ങളുടെ ക്യാമ്പിംഗ് എക്സ്പീരിയൻസിനകത്ത് തന്നെ നല്ല ഡിഫറൻസ് ഉണ്ടാക്കും.